അവളുമാർ പലഹാര കൂമ്പാരങ്ങളുടെ ഇടയിൽ നിന്ന് വ്യവഹാരം നടത്തുകയാണ്. നമുക്ക് നൈസ് കോട്ടിൽ 2 അടിച്ചു വേണം. ഹായ് ഫ്രണ്ട്സ്. എന്താണ് ചേട്ടന്മാരെ കണ്ടിട്ട് ആർക്കൊരു മൈൻഡ് ഇല്ലാത്ത? ഞങ്ങൾ വന്നത് ഡിസ്റ്റർബൻസ് ആയോ? ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. എങ്ങനെ പറയല്ലേ യമു? യമു? ഞാൻ യമു ഓട്ടോറിക്ഷയൊന്നുമല്ല പോയെ. പിന്നെ ഏത് പക്ഷിയാണ്? വവ്വാല്. അതൊരു സസ്തനിയല്ലേ? സസ്തനിയാണല്ലോ. രംഗഭക്ഷണമാകുമ്പോ നമുക്ക് 2 എടുത്തെടുക്കാം. ഓക്കെ തെണ്ടി തിന്നാൻ വേണ്ടി നടക്കുക. ഈ 2 പഴംപൊരി എടുത്തതിനാണ് അങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് വലിയ മോഡ കാണിക്കുന്നത്. ഞാൻ നിന്നോടല്ലല്ലോ അതിന് പറഞ്ഞത്. എന്നോട് പറഞ്ഞാലും അവനോട് പറഞ്ഞാലും കണക്കാ. ഞങ്ങൾ ഒന്നാ. അല്ലേ വിട്. വിവരമില്ലാത്ത ഇവളുമാരെന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി വിവരമുള്ള നമ്മൾ വേണ്ട ക്ഷമിക്കാൻ. ആർക്കടെ വിവരമില്ലാത്ത? നിനക്കെന്നെ വേറെ ആർക്ക്? പ്രദീപേ മാമു ഒന്ന് പോ, വെറുതെ ഒരു സീൻ ഉണ്ടാക്കാതെ. ഞങ്ങൾ പോക്കോളാം. പക്ഷെ ഇവിടെ നിലക്കി നിർത്തിക്കോ. വരില്ലടി. നല്ല നിലക്കി നിർത്താൻ ഒരുത്തനും വരില്ല. മനസാക്ഷി ഇല്ലാത്ത മറുത. Shut your bloody mouth. You shut bloody mouth. അങ്ങനെ തന്നെ മര്യാദ തിരികടി. അവളുടെ ഒരു ചിരി. എനിക്കറിയാം അവന്മാർക്ക് എന്ത് പണിയാ കൊടുക്കേണ്ടതെന്ന്. 2 ദിവസത്തിനകം അവന്മാരെ ഞാൻ തെറ്റിച്ചിരിക്കും. നോയിക്കോ. ഓ പിന്നെ ഈ ജന്മത്തൊന്നും നടക്കാൻ പോകുന്നു. നീ പെണ്ണൊരുമിട്ടാലെന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. എന്റെ പൊന്നു മോളെ, ഈ കാര്യം നീ സക്സസ് ആക്കിയ എന്റെ വക ഒരു ഉഗ്രൻ ട്രീറ്റ് നടത്തും. അപ്പൊ നീ ട്രീറ്റ് ചെയ്യാൻ റെഡി ആയിക്കോ. പക്ഷെ ഒരു കാര്യം, എന്റെ കൂടെ നിക്കണം എല്ലാരും. ഓക്കെ? പിന്നെ നമ്മൾ നിൽക്കുമല്ലോ. നമ്മൾ നിന്റെ ഒപ്പം ഉണ്ട്. We are ready. അപ്പൊ നല്ലൊരു പണി തന്നെ കൊടുക്കണം. ഓക്കെ? എമിലി, എന്തുവാടി പ്രശ്നം? പോടതടിയാ. നിന്റെ ആവശ്യമുള്ളപ്പോ ഞാൻ വിളിക്കാം. എന്തെങ്കിലും ചോദിച്ചാ തടിയാ എന്താ കാര്യം പറ. ഇതൊക്കെ പറയാ, നീ വാ. നീ എങ്ങോട്ടാ കൊണ്ടുപോണത്? നിനക്ക് പേടിയാ പറഞ്ഞാടേ? പേടിയാ? എന്തിന്? പിന്നെ വാ. എങ്ങടാ? അതെ, അങ്ങോട്ട് ചെല്ല്. എന്താ? അവക്ക് നിന്നോട് എന്താ പറയണ്ടെന്ന്. എന്നോടോ? ചെല്ല് ചെല്ല്. മമ്മൂനെ ഞാനാ വിളിപ്പിച്ച. എന്താ കാര്യം? ഐ എം സോറി മമ്മു. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞതാ. ഐ എം റിയലി സോറി. അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്തിനാ സോറി? എന്നാലും മമ്മൂന് എന്നോട് ദേഷ്യമായോ? ഏയ്, എന്തിന്? എനിക്ക് ആ പ്രദീപിനോട് ദേഷ്യമുണ്ട്, അത് വേറെ കാര്യം. എന്നാലും മമ്മൂരിയുടെ എനിക്ക് ദേഷ്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ മമ്മൂ ഒരു പാവാ. എന്താ ഈ പഠിത്തത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാല്? എമിലി കുറച്ച് ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ പ്രദീപിൻ്റെ കൂടെ കൂടിയിട്ടാ അമ്മ ഇങ്ങനെ ആയി പോകുന്നത്. അതിൻ്റെ കൂട്ടൊക്കെ വിട്ടൂടെ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് മമ്മുമായിട്ട് കുറച്ചുകൂടെ അടുക്കണം എന്നുണ്ട്. ഐ മീൻ ഫ്രണ്ട്ഷിപ്പ്. എന്തായാലും ഞാൻ ചെയ്തതിനൊക്കെ സോറി. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. എന്തോ ഇതൊക്കെ മമ്മൂനോട് പറയണം എന്ന് എനിക്ക് തോന്നുന്നു. പോട്ടെ, എന്നാ പിന്നെ മമ്മു ക്ലാസ്സിൽ പൊക്കോ. ഞാൻ പോട്ടെ. ബൈ ബൈ. ഞാനാ വിളിപ്പിച്ചെന്ന് ഫ്രണ്ട്സിനോട് ആർക്കും പറയണ്ട. ഓക്കെ? ഫുൾ ടൈം മമ്മു ഫ്രണ്ട്സിൻ്റെ കൂടെ ആണല്ലോ. അതിലൊരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി, അല്ല മീൻസ് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചൂടെ? പോട്ടെ. നീ സൂക്ഷിക്കണം എടി. ആ പുറിഞ്ചൂരി മമ്മൂനി മുടിഞ്ഞ ബുദ്ധിയാ. ലാസ്റ്റ് നിന്റെ നമ്പർ കേൾക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എടി, ഏക്കാത്ത നമ്പർ ഏൽപ്പിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. നീ വന്നേ. എടി, എനിക്ക് ആ പുറിഞ്ചൂരി ഇഷ്ടമില്ല. അവന് ഭയങ്കര അഹങ്കാരമാ. അഹങ്കാരം മാത്രമല്ല, അവൻ്റെ ആ കക്കക്കന്ന് പറഞ്ഞൊരു ചിരിയും സംസാരം കേൾക്കുമ്പോൾ എനിക്കുണ്ടല്ലോ ചൊറിഞ്ഞോണ്ട് വരും. പോട്ടെ പോട്ടെ, വിട്ടോളാം. സീനിയേഴ്സ്. ഓക്കെ, ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാവേ. ഹലോ ചേട്ടാ. ഹായ്. ചേട്ടനെ തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? എന്താ പരിപാടി? പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലും ചെയ്യണം. ചേട്ടാ മമ്മൂനെ കണ്ടായിരുന്നോ? ഇല്ല. എവിടെ ഉണ്ടായിരുന്നല്ലോ? നിങ്ങളുടെ കൂടെ അല്ലേ വന്നേ? ഞാനൊന്നും കണ്ടില്ല. ആണോ? കാണുന്നെങ്കിലേ ഞാൻ അന്വേഷിച്ചൊന്ന് പറഞ്ഞേക്കണേ. ഞാൻ അന്വേഷിച്ചൊന്ന് പറഞ്ഞേക്കണേ. ആരെ? മമ്മൂനെ. പിന്നെ പുറിഞ്ചിനോട് പറയണ്ട. എന്തായിരുന്നു? ഞാൻ അന്വേഷിച്ചൊന്ന്. ആരെ? മമ്മൂനെ. ഓ ശരി എന്നാ. പിന്നെ എന്തെങ്കിലും പറയണ്ട, എൻ്റെ അടുത്ത് പറഞ്ഞോ, ഞാൻ വേണേ എൻ്റെ പറഞ്ഞു. അത് വേണ്ട കേട്ടോ, അത് കുറച്ച് പേഴ്സണലാ. മമ്മൂനെ അറിയാം, പറഞ്ഞിരുന്നാ മതി. പറയാം. പുറിഞ്ചിനോട് പറയണ്ട. ഓക്കെ? ശരി.
അടുത്ത വാർഷികത്തിന് നമുക്ക് നല്ല വെറൈറ്റി പ്രോഗ്രാം തന്നെ ചെയ്യണം. അതെ, നമുക്ക് നല്ലൊരു നാടൻ പാട്ട് പാടാം. നാടൻ പാട്ട് ആര് പാടും? ഞാൻ ഇടിയ. ഇവിടെ ഈ കോളേജിൽ ആകപ്പാടെ കുറച്ച് പേർക്ക് മാത്രമേ നമ്മുടെ അടുത്ത് സ്നേഹമുള്ളൂ. അതുകൂടെ നീ ഇല്ലാതാക്കൂടെ? അല്ല ഇല്ലാതാക്കോ? പിന്നെ കോളേജ് തുടങ്ങിയ കാലം മുതൽ ലീഡ് ചെയ്യണാണല്ലോ. വേറെ ആരുണ്ട് ലീഡ് ചെയ്യും? അതാ ലീഡ് ചെയ്യാൻ പറ്റിയ ഒരാളൊന്നും. എന്താ രാവിലെ അടുപ്പ് കൂട്ടിയല്ലോ ഇരിക്കുന്നു മൂന്നും കൂടെ. ഇപ്പൊ 4 അമ്മേ നീ വാ. ഞാൻ തമാശ പറഞ്ഞ വാടാ അതല്ല ഇതാ പറഞ്ഞു. അതെന്ത് എവിടെ പോണു? ഇവിടെ പോകണ്ട അതില് ഇല്ലടാ. അവിടെ നിങ്ങൾ സംസാരിച്ചില്ലടാ. കാര്യം പറ. പിന്നെ എമിലി അന്വേഷിച്ച്. പിന്നെ എന്തിന്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവള് നിന്നെ അന്വേഷിച്ചു. നിന്റെ ഇത്ര പേഴ്സണലായിട്ട് പറയണമെന്നാണ് പറഞ്ഞത്. എന്താടാ പ്രശ്നം? എനിക്കറിയില്ല അമ്മേ. സത്യം പറയാനോട്ട് എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യും, അവള് നിന്നെ അന്വേഷിച്ച കാര്യം പുറിഞ്ചോ അറിയില്ലെന്നാണ് അവള് പറഞ്ഞത്. നീ പതുക്കെ അവളെ പോയി കാണും. പോയി കാണ്. അവനോട് പറയണ്ട. അവനോട് പറയണ്ട, അവനെ ദേഷ്യം പിടിക്കും. തന്നെ ഞാൻ പറയണോ? വേണ്ട. എടാ പോരാട്ടാ. എന്ത്? ഇവിടെ ആ ശ്രീജിത്ത് ചോദിച്ചെന്ന് പറഞ്ഞു. പോരാ. ശ്രീജിത്താ? നമ്മള് പോരാ. എന്തോ അവ എവിടെ പോയത്? ശ്രീത്തിനെ കാണാൻ പോയി. ശ്രീജിത്താ? ഏത് ശ്രീജിത്ത്? ബികോമില് എംകോം. ബേക്കെ? ഏത് ശ്രീജിത്ത്? എടാ ആർട്സ് ലാബിലാ. ആർട്സ്? നമ്മുടെ ശ്രീത്തെ പൊക്കോളെ. കല്ലെടുത്ത് മാവിലെറിഞ്ഞ് മാവന്ന് താഴെ വീണ് പൂച്ച ചത്ത് എലി പെപ്പരപ്പി. എന്താ കാര്യം എന്തെന്ന് പറ. ഡേയ് ഇത് പ്രശ്നം വേറെയാണ്. എന്ത്? നീ ഇടന്നാ എന്താണ് കാര്യം പറ. വാടാ. അതെ, അവൻ ശരിക്കും എമിലിയെ കാണാൻ പോയതാണ്. എമിലി? അത് എന്തിന്? അതൊന്നും എനിക്കറിഞ്ഞൂടാ. കുറച്ച് നേരത്തെ എമിലി എന്നെ കണ്ടപ്പോഴേ അമ്മൂനെ അന്വേഷിച്ച്. ഒന്ന് പോകണ സത്യം പറഞ്ഞു. അവള് പിന്നെ നിങ്ങൾ ചുമ്മാ ശരിക്കും അന്വേഷിച്ചു. എന്നിട്ട് എമിലി പറഞ്ഞെന്നറിയാം, മമ്മൂനെ അവൾ അന്വേഷിക്കുന്നത് നീ അറിയില്ലെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു ദിവസം കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവ ഇവിടുന്ന് പോയില്ലേ മമ്മു, അവൻ പറഞ്ഞു അവ എമിലിയാണ് കാണാൻ പോണേന്ന് നീ അറിയില്ലെന്നും പറഞ്ഞു. എന്താണ്? ഞാൻ ഉള്ളതാണ് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. അവരിവിടെ എവിടെ മീറ്റ് ചെയ്യണം. നീ അവിടെ എവിടെയും പോയി അന്വേഷിച്ചാൽ കിട്ടും. തൽക്കാലം ഞാൻ ഇത് പറഞ്ഞെന്ന് മമ്മു അറിയല്ലേ. നീ ഒന്നും അറിഞ്ഞിട്ടില്ല, മനസ്സിലായോ? ഡേയ് പോട്ടാ. നീ പണി കൊടുക്കന്നെ കൊള്ളാം. നീ കളിച്ച് നീ സീരിയസ് ആവുന്നു കേട്ടല്ലോ. നമുക്കറിയാം. മമ്മു വന്നല്ലേ? ഞങ്ങൾ വിചാരിച്ചു വരില്ലാന്ന്. എന്താ അങ്ങനെ വിചാരിച്ചേ? ചുമ്മാ വെറുതെ. മമ്മു തിരക്കിലായിരുന്നോ? അല്ല, കൂട്ടുകാരി അവിടെ ഒറ്റയ്ക്കായി പോയല്ലേ? മമ്മൂന് പോവാൻ തിടുക്കല്ലേ? അങ്ങനൊന്നുമില്ല. എന്നാ പിന്നെ ഞങ്ങള് സ്വർഗത്തിലെ കട്ടുറുമ്പോ നിക്കുന്നില്ല. സ്വർഗത്തിലെ കട്ടുറുമ്പോ? നിങ്ങളെവിടെ പോണ? ഞങ്ങള് പോണേ. പോട്ടെ. അവര് ക്ലാസ്സിൽ പോവാ. എമിലി എന്താ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു? അത് വന്നതിന് താങ്ക്സ്. ഞാൻ വിളിച്ചപ്പോ വരുമെന്ന് വിചാരിച്ചില്ല. പിന്നെ എനിക്ക് മമ്മൂനോട് കാര്യം പറയാനുണ്ട്. സീരിയസ് ആയിട്ട്. പല പ്രാവശ്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷെ പറയാൻ പറ്റിയില്ല. മമ്മു തെറ്റിദ്ധരിക്കരുത്. ഇല്ല, കാര്യം പറ. അല്ല മമ്മു, ഇവിടെ പലപ്പോഴും പലരും എൻ്റെ ഇഷ്ടങ്ങൾ അറിയാതെ പോകുന്നുണ്ട്. എമിലി എന്തൊക്കെയാ പറയണേ? മമ്മു, എനിക്ക് മമ്മൂനെ ഇഷ്ടം. സീരിയസ്ലി ഐ ലവ് യു. എമിലി പുറിഞ്ചു. ഈ പുറിഞ്ചിന്റെ കാര്യം എന്നോട് സംസാരിക്കരുത്. അവൻ മമ്മൂന്റെ ഫ്രണ്ട് ആയിരിക്കാം, പക്ഷെ എൻ്റെ ഫ്രണ്ട് അല്ല. ഇനി എൻ്റെ അടുത്ത് അവനെ പറ്റി ഒന്നും പറയരുത്. എനിക്കത് ഇഷ്ടമല്ല. ഐ എം സോറി. ഞാനെന്തായാലും സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. മമ്മു ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. പെട്ടെന്ന് പറയണ്ട, പതുക്കെ തീരുമാനിച്ചിട്ട് പോസിറ്റീവായിട്ട് പറയാം. ഓക്കെ? ഞാൻ പ്രതീക്ഷിക്കും.
പോട്ടെ. ഓക്കെ ബൈ. പോട്ടെ മമ്മു. ഓ കുറിഞ്ചു, അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ഫൈനൽ ബികോം ആയിട്ടൊന്ന് മാറ്റി വെച്ചാലോ? ഞാനില്ല. അതില്ലാത്ത നിങ്ങൾ കളിച്ചോ, ഞാനില്ല. അത് കാര്യം എന്ത്? ഞാൻ ഇല്ലാത്തോണ്ട്. പുറിഞ്ഞു കളിക്കുന്നില്ലേ? ഞാൻ ഇല്ല, കളിക്കാൻ ഞാൻ കളിക്കാൻ വാ, കളിക്കാൻ പോവാ. ഞാൻ കളിക്കാൻ ഇല്ലെന്ന് നിങ്ങൾ പോയി കളിച്ചോ. ഇത് എന്ത് വർത്തമാനാ പുറിഞ്ഞു? ചുമ്മാ മനുഷ്യന് സമയം. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കല്ലായിരുന്നു, നീ കൂടെ ഇവിടെ വന്നിരുന്ന എന്ത്? നിങ്ങളെ കളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അവര് പറയുന്നത് ശരിയല്ലേ? ഞാനില്ല, നിങ്ങൾ പോയി കളിച്ചോ. അതിന്റെ കാര്യം എന്ത്? ഞാനില്ല. എന്താണ് ഒരു കൂടാലോചന? ഓ, ഞങ്ങള് മാച്ചിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നേ. എന്നിട്ട് കളിക്കാൻ പോണ്ട? അവന് ഭയങ്കര തലവേദന. മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നു. എന്നിട്ടാ വരാം, ഇപ്പൊ വരാം. പോരോ? ഓ, തലവേദന ആയിരിക്കും. ഇനിയിപ്പോ മമ്മു കൂടി സമ്മതിച്ചാൽ മതി. എടി എമിലി, മമ്മു സമ്മതിച്ചല്ലേ നിങ്ങൾ ഒരുമിക്കോടി? അതിലും മേലെ ഞാൻ ട്രെയിനിന്റെ ഇടയിൽ കൊണ്ട് തലവെക്കുന്നതാ. നീ ചിരിക്കൊന്നും വേണ്ട, നമ്മുടെ പ്ലാൻ ഇതുവരെ വർക്ക്ഔട്ട് ആയിട്ടില്ല. അതുകൊണ്ട് നീ കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. ഞാൻ എന്തോന്ന് ചെയ്യാനി? എടാ അവനെ കൊണ്ട് നീ പറയിക്കണം. അല്ല ഞാനാണല്ലേ പറയണ്ട, ഞാൻ പറയും. പറയണ്ടേ എന്നെ ഇഷ്ടമാണെന്ന്? അത് പറയിപ്പിക്കാനാണ് നിന്റെ സഹായം വേണ്ടത്. ശരി ചെയ്യാം, പക്ഷെ ഐസ്ക്രീം വെച്ച് തരണം. ഓ, വാങ്ങിച്ചു കൊടുക്ക്. ഐസ്ക്രീം ഒക്കെ കാണിച്ചു. ഓക്കെ, ശരി ശരി. ഇതിപ്പോ ഞാൻ എന്ത് വേണമെന്നാണ് നിങ്ങൾ ഈ പറയണത്? സാർ ഇതിനെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ. ഈ മതിലൊക്കെ പടം വരച്ച് വെച്ചത് ഏത് കൂതറായത് എനിക്കെങ്ങനെ? സാറേ, ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഈ കോളേജിൽ നന്നായി പടം വരയ്ക്കുന്ന എല്ലാ കുട്ടികളെയും വിളിച്ചു വരുത്തണം. എന്നിട്ട് ഇവിടെ വരച്ച പടം അവരോട് വരയ്ക്കാൻ പറയണം. അതിന് നന്നായി വരയ്ക്കുന്ന കുട്ടികളെ മാറ്റി നിർത്തണം. ഇതിലിപ്പോൾ ഒന്നിൽ കൂടുതൽ കുട്ടികൾ നന്നായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ഫൈനൽ ചെയ്യാൻ വേണ്ടി ഫുട്ബോൾ കളിയാ. കേരളം മുഴുക്കുള്ള മതിൽ ഈ കൊച്ചിന്റെ പടം വരച്ച് വെച്ചിട്ട് അതിന്റെ ഭാവി കളയണം നമ്മള്. കൊച്ചു കരയാതെ അതൊരു പടമല്ലേ, അതിന് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കണോ? അതിന് വിട്ടരേ. സാറേ, ഈ പ്രശ്നം അങ്ങനെ വെറുതെ വിടരുത്. അത് ഈ കുട്ടിയുടെ ഭാവിയെ ബാധിക്കും. നിങ്ങൾ ഈ ഭാവിയെ പറ്റി മാത്രം സംസാരിക്കരുത്. ആ വാക്കാണ് കൊച്ചിനെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. അത് അതിന്റെ ഭാവിയെ ബാധിക്കും. എൻ്റെ കൂടെ നീ കരയല്ലേ? ഇപ്പൊ സാറ് അങ്ങനെയാണ്, പറയാൻ പാടാത്ത കാര്യങ്ങൾ മുഴുവൻ സാറ് വിളിച്ചു പറയും. പ്രായമായില്ലേ? ആക്ക് പ്രായമായി. അല്ല അതല്ല കുട്ടി ഞാൻ പറഞ്ഞ നീ കേക്ക്. നിന്റെ പിഞ്ച് മനസ്സാ, പഠിക്കുന്ന കുട്ടിയാണ് നീ ഇങ്ങനെ പറഞ്ഞ ആവശ്യമില്ലാതെ കരഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഭാവി ബാധിക്കില്ലേ? നീ കരയില്ല ഭാവി ബാധിക്കും. ഇല്ല, ബാധിക്കില്ല കേട്ടോ. ബാധിക്കില്ല സാറേ, ബാധിക്കില്ല, ഒന്നും ബാധിക്കില്ല ടീച്ചറെ, ബാധിക്കില്ല കേട്ടോ, ബാധിക്കില്ല. സാറേ, ഈ പടം വരച്ചത് മമ്മു ആണോ സാറൊന്നും ചോദിച്ചില്ലല്ലോ? ഞാനോ? നീ തന്നെ കോളേജിലെ പലർക്കും ഡൗട്ട് ഉണ്ട് സാർ. നിനക്ക് സംശയം ഉണ്ടാവും പറയും. ഓ സാർ, ആര് സംശയിച്ചാലും എനിക്ക് മമ്മൂന് ഒരു സംശയമില്ല. എനിക്ക് എന്നെ സംശയമില്ല സാർ. നിനക്ക് നിന്നെ സംശയമില്ല? എനിക്ക് ദ്രോഹം ഉണ്ടാവുന്ന ഒരു പ്രവൃത്തി മമ്മു ചെയ്യത്തില്ല, അതെനിക്ക് ഉറപ്പാ. എനിക്ക് ഉറപ്പാ സാർ. നിനക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇനി ഈ പ്രശ്നമായിട്ട് ഞാൻ സാറിന്റെ മുമ്പേ വരത്തില്ല. വരരുത്. വരില്ല സാർ. നീയും വരരുത് കേട്ടാ. ഞാൻ എന്നാ ക്ലാസ്സിൽ പോയിക്കോട്ടെ. പോയി പഠിക്കും, പോയി എല്ലാവരും പോട്ടെ. ആവോ എമിലി, ഞാൻ വരുന്നു. അവനെ കൈ വെച്ചോളാം കേട്ടാ, അവൻ മിച്ചം കാണൂല. ഓ
അല്ല സാറേ, എനിക്കൊരു സംശയം. ഈ ചുമരിലൊക്കെ പടം വരച്ചു വെച്ചാല് ആ കുട്ടിയുടെ ഭാവിയെ ബാധിക്കത്തില്ലേ? സംസാരിക്കാം. താൻ പോയി വീട്ടിൽ ഇരിക്കും, അതോടെ തൻ്റെ ഭാവി പോകും. പെൻഷനും ഗ്രാറ്റുവിറ്റിയൊക്കെ ഞങ്ങൾ കട്ട് ചെയ്തോളാം കേട്ടോ. അയ്യോ, അതെന്റെ കൊച്ചുങ്ങളുടെ ഭാവിയെ ബാധിക്കത്തില്ല. അതെന്നുവാ പറഞ്ഞത്, പോയി അടി. ഇന്ന് ഞാൻ എന്തായാലും പോയി 2 എണ്ണം അടിക്കും. ഇതല്ല മണി. പോ യവനൊക്കെ മാച്ച് എൻ്റെ ഭാവി പോവും. ഇല്ല പാടി എന്നപ്പാ ബെഞ്ചമിൻ ബ്രൂണോ. ബെഞ്ചമിൻ കുഴപ്പമില്ല, ബ്രൂണോ എന്നാലും പാമറനും പറ്റിയില്ല പേരും. പിന്നെ നമുക്കറിയാൻ പാടില്ലാത്ത കാലത്തിലേ നമുക്ക് പേരിടുന്നത്, ചോദിക്കാനും പറ്റൂലല്ലോ. കഷ്ടം. മമ്മു പ്ലീസ് ആ നാദസ്വരം ഒന്ന് വായിച്ചേ. അത് വേണ്ട, അത് വേണം. അത് ശരിയാവൂല. വെയിറ്റഡ് അല്ലേ, ഒന്ന് വായിക്കി. വെയിറ്റഡ് അല്ല, അത് മൈക്കൊക്കെ വേണ്ടേ? അതിനിപ്പോ കോളേജിൽ എവിടെ മൈക്ക്? നമുക്ക് ആർട്സിലേക്ക് ചെയ്താ പോരെ? ആർട്സ് ഡേ വരെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പൊ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ഇനി ആ ഡ്രില്ലിംഗ് മെഷീൻ കൂടെ ഒന്ന് കാണിക്കാവോ മമ്മു? പോയി അവിടുന്ന് പ്ലീസ്. ആഗ്രഹമല്ലേ, ചെയ്യേ. ചെയ്യട്ടെ. ഡ്രില്ലിംഗ് മെഷീനാ? ഞാൻ കുഞ്ഞാവിടെയും കൂടെ ഒന്ന് കാണിക്കണേ. കുഞ്ഞാവിടെ വേണ്ട വേണ്ട, നിങ്ങളൊന്ന് പോയി, എനിക്ക് കുറച്ച് കാര്യം പറയണ്ടായിരുന്നു. നീ ആയി നിന്റെ മമ്മുവായി വാടാ, നമുക്ക് പോവാം. വാ. മമ്മൂനോട് ഞാൻ എൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ മമ്മൂന് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നെ ഇഷ്ടമല്ലേ മമ്മു? എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല, പക്ഷേ എന്തോ ഒരു പക്ഷേ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് എമിനിയോട് കുറെ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി. എനിക്കതിന് ഒരുപാട് കാര്യങ്ങളൊന്നും കേൾക്കണ്ട. മമ്മൂന് എന്നെ ഇഷ്ടമാണോ അല്ലേ? ഇപ്പൊ ഇഷ്ടക്കേടൊന്നുമില്ല. എനിക്കതൊന്നും കേൾക്കണ്ട. മമ്മൂന് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പിന്നെ എമിലി പറഞ്ഞ നല്ല കുട്ടിയാണ്, പിന്നെ നന്നായിട്ട് പഠിക്കും, അതൊക്കെ ഉണ്ട്. പക്ഷെ ചർച്ച പ്രത്യേകിച്ചൊന്നും ഇല്ലായിരിക്കാണ് നല്ലത്. വല്ല സംസാരിക്കാനുണ്ടെങ്കിൽ കൂട്ടത്തിൽ നിന്ന് സംസാരിക്കണം, അല്ലാതെ ഇതുപോലെ മാറി നിന്ന് സംസാരിക്കരുത്. ഇത് കണ്ടിട്ടാണ് ഇവിടെ ഉള്ള ആരത്തന്മാരൊക്കെ അസൂയകൾ പറഞ്ഞത്. അതുകൊണ്ട് എന്ത് പറ്റി? ചവര മൊത്തം പടം വരച്ച് വെച്ചില്ലേ, എന്നിട്ട് പിന്നെ അയ്യോ അമ്മ മൊത്തം എന്ന് കിടന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. വിട്ടി കുഷ്മാണ്ടങ്ങൾ കാസിപ്പോ പോണില്ലേ? സാറേ എന്താ ആലോചിക്കണേ? ചുമ്മാ വെറുതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രായം വല്ലാത്തൊരു പ്രായമാണ് കേട്ടാ. ആരെ ഒരു കുറ്റവും പറയാൻ പറ്റൂല. അത് ശരിയാ സാറേ, ഈ വയസ്സായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് സാറേ. പ്രഷർ, ഷുഗർ, ഓർമ്മക്കുറവ് വല്ലാതെ. എന്ത് പറഞ്ഞാലും കിളി അലയ്ക്കോ ചലചലാന്ന് ചലച്ചോണ്ട്. ആരുടെ കാര്യം പറയണേ? നമ്മളാ കൊച്ചില്ലേ എമിലി, ആ മമ്മുമായിട്ട് നല്ല കൂട്ടാടല്ലേ? അല്ല സാറേ, അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടാ? ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ട് സാറേ, എന്തോ ഉണ്ട്. വേറെ പണിയൊന്നും ഇല്ലല്ലേ? ഇളം മനസ്സല്ല സാറേ, കുട്ടികളാകുമ്പോൾ അതൊക്കെ ഉണ്ടാവും. നീണ്ടു പോയായിരുന്നാൽ മതി. സാറ് ഒരു കാര്യം ചെയ്യണം, അവരെ ഒന്ന് ശ്രദ്ധിച്ചോണം. വല്ല പ്രശ്നവും പറ്റിയുണ്ടല്ലേ കോളേജിൻ്റെ മാനം പോവും, നാണം കെട്ടുമോ, പിടിച്ചാൽ കിട്ടൂല. ഞാൻ ശ്രദ്ധിച്ചോളാം സാറേ. At the end of this section, you should be able to understand what is the programming, work with the program, life cycle, understand the different type of program design, top-down approach. Bottom approach, liner program, structured programming. A program is a algorithm expressed in programming language. Programming act creating software of some other set of instruction of computing
computer program is crafted impressing on. നീ ഇവിടെ ഇരിക്കണം, ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നെ. At the end of this section, you should be able to understand what is the programming and work with the program life cycle. Life with the circle. You top of approach and what is the at the end of this. നീ എന്തൊന്നും മിണ്ടാത്തത്? At the end of the section, you should be able to. നീ ഹോസ്റ്റലിൽ പോയാ? തുണിയെ കഴിവിട്ടോ അതിന്റെ? തുണി കഴിവിട്ടു. അണ്ണാന്റെ ഷർട്ടും കൂടെ കഴിവാറുണ്ടാ? അണ്ണാ അതിനെക്കാട്ടി ഒരു പെണ്ണ് കിട്ടുന്നതല്ലേ നല്ലത്. അപ്പൊ അവള് കഴിവിടുമല്ലോ. ശരി. അമ്മു പറഞ്ഞു, ഡേയ് നീ എവിടെ പോയിരുന്നടാ? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എവിടെ? നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കണം. എടാ പുറിച്ചു, എവിടെ പോണേ? നീ എവിടെ പോണേ? അണ്ണാ അറിഞ്ഞ പലരും അടുത്ത കോളേജ് വർഷത്തിനുള്ള റിഹേഴ്സലൊക്കെ എപ്പോഴേ തുടങ്ങി. റിഹേഴ്സലാ? എപ്പോഴും അതെ കണ്ടോ? കോളേജ് വർഷത്തിന് മിമിക്രിയൊക്കെ പ്രാക്ടീസ് കാണാൻ കാത്തിരുന്നോ? ഇപ്പൊ എന്തായി? 2 ദിവസം എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ പോലും വേണ്ടി വന്നിട്ടില്ല. 2 നാട്ടുരാജ്യങ്ങളും തമ്മിൽ യുദ്ധം തുടങ്ങി. എന്തൊക്കെ പറഞ്ഞാലും എമിലി, നീ ചെയ്തു തൊട്ടും ശരിയായില്ല. എനിക്കിത് വലിയ തമാശയായിട്ടും തോന്നിയിട്ടില്ല. ഇപ്പൊ തന്നെ മമ്മൂന്റെ മനസ്സ് പാതി വഴിക്കാം. അറിയാലോ, മനസ്സ് കൈവിട്ടാ പിന്നെ. സയറയ്ക്ക് സെന്റ് തുടങ്ങി. അനു എടാ തടിയാ ദേ ആരും എഴുന്നേറ്റ്, നീ കുറച്ച് മാറിയിരുന്നേ. ഇത് വൈകിയോ? ഞാൻ ഇല്ലല്ലേ? ഇല്ല. മമ്മു ഒരു ചായ പറയട്ടെ? ചായ പറ. നിങ്ങൾ ചായ കുടി, ഞാൻ പോയിട്ട് അല്ല പോയിട്ട് പോട്ടല്ലേ? ടീച്ചറിനെ നീ എവിടെ പോണു? ഞാൻ പുറത്തോട്ട് നീ കയ്യിൽ നിന്ന് വിട്. ഞാൻ ഇന്നലെ പോലും ശ്രദ്ധിക്കുന്നു. നീ എന്താ ഒഴിഞ്ഞു പറഞ്ഞത്? നീ അത് കയ്യിൽ നിന്ന് വിട്. നീ കാര്യം പറയടാ. കയ്യിൽ നിന്ന് വിടാ അങ്ങോട്ട്. നീ കാര്യം എന്താന്ന് പറഞ്ഞിട്ട് പോയാ മതി. എന്നാ പറയടാ. വല്ലവളമാര് വന്ന് ചിരിച്ചു കാണിച്ചപ്പോ നീ അങ്ങ് മയങ്ങി പോയല്ലേ? അവന്റെ എന്തൊക്കെ കളത്തരമെന്ന് എന്റെ അടുത്ത് കാണിച്ചത്. അവന്റെ തമാശ, ആക്രി, കോക്രി, മിമിക്രി നീ കാര്യം എല്ലാം അറിയാൻ എന്റെ അടുത്ത് നീ ചട്ടത്തിലെ കാണിക്കരുത്. നീ എന്തൊക്കെയാണ് പറയണത്? ഞാൻ ആരടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല. നീ കൈ നോട്. ഞാൻ വിടൂല. ഞാൻ പറഞ്ഞു ഏത് ചെറ്റ വേണ പ്രാപിച്ചോ? നീ കാര്യം ഞാൻ പറയുന്നത് കേട്ടിട്ട് പോ. എനിക്ക് എനിക്കല്ല ഭ്രാന്ത്. ഇനി മേലെ എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നു പോലും. നിന്റെ അടുത്ത് സംസാരിക്കാൻ എന്റെ പട്ടി പറഞ്ഞോ. മമ്മൂടാ ചിരിച്ചോടി, ചിരിച്ചോ കേട്ടാ, നന്നായിട്ട് ചിരിച്ചോ. ഞാൻ വരച്ച പടം എങ്ങനെ ഉണ്ടായിരുന്നേ? അത് നീ പുറത്തു കൊടുത്ത് വരപ്പിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ലേ ഞാൻ. കഷ്ടം തടിയാ, നിന്നെ കൊണ്ട് ഒരാളുടെ ഉപകാരമല്ല 5 ആളുടെ ഉപകാരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതെന്താ അങ്ങനെ? നീ 5 പേർക്കുള്ള ഫുഡല്ലേ അടിക്കുന്നേ? നീ ഹാപ്പി അല്ലേ? പിന്നെ ഞാൻ എന്റെ വാക്ക് വലിച്ചു. ഓക്കെ, അവരെല്ലാം തമ്മിൽ തല്ലി ആകെ പ്രശ്നമായി. ഓക്കെ, എനിക്ക് ട്രീറ്റ്. പിന്നെ ട്രീറ്റ് ചെയ്യാതെ നിനക്ക് എന്തോ വേണം മോളെ? നീ അല്ലേ നമ്മുടെ രാജ്ഞി, എമിലി രാജ്ഞി. മമ്മു വരുന്നുണ്ട്. എടാ മമ്മു വാ, നമ്മളിവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. കുറിഞ്ചു പിന്നെ പ്രശ്നം ഉണ്ടാക്കിയോ? നമുക്ക് വേണമെങ്കിൽ അവനെ അങ്ങ് ഒതുക്കിയാലാ അല്ലേ കുണ്ടൂസേ? പിന്നെ അല്ലാതെ. ഞാൻ എമിലിയെ കണ്ട ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നു. സീക്രട്ടാ? സീക്രട്ട് ഒന്നുമില്ല. അവിടെ മാറിക്കാം. മാറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ എല്ലാവരും എല്ലാം അറിയട്ടെ. എമിലി എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും അതിന് മറുപടി തുറന്നു പറയാൻ പറ്റിയിട്ടില്ല. അത് വേറൊന്നും ഉണ്ടല്ല, ഒരു തടസ്സം ഉണ്ടായിരുന്നു. അപ്പം ആ തടസ്സമൊക്കെ മാറി. ഈ സ്വയം മാറി എന്ന് പറയുന്നതായിരിക്കും എൻ്റെ ശരി. എന്താ തടസ്സം? അത് ആ തടസ്സം ഞാൻ കാരണമാണ് ഇവന് എമിലിയോട് അവൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ കഴിയാത്തത്, അവൻ്റെ മനസ്സ് തുറക്കാൻ കഴിയാത്തത്. ഞാനിപ്പോൾ അവന് അനുവാദം കൊടുത്തു.
എമിലിക്ക് എന്തുകൊണ്ട് ചേരുന്നത് മമ്മു? ഞാൻ പലപ്പോഴും വിചാരിച്ചതാണ് നീ ഇവർക്ക് ചേരില്ലാന്ന്. അപ്പൊ എങ്ങനെ കാര്യങ്ങള്? അധികം വൈകിക്കണ്ട. മമ്മു കുട്ടിയുടെ കൈ പിടിക്കുക, എന്നിട്ട് എങ്ങോട്ടെന്ന് വെച്ചാ കൊണ്ടുപോയിക്കോ. നീ എന്നെ അനുഗ്രഹിക്കണടാ. നിനക്ക് അടുത്ത വർഷമേ കല്യാണ പ്രായം ആവുള്ളൂ, എന്നാലും കൊണ്ടുപോ. എമിലി വാ. ഞാൻ ഉമ്മയോട് എല്ലാം പറഞ്ഞിട്ട് ഉമ്മക്ക് ജാതി മതം ഒന്നും ഒരു പ്രശ്നമില്ല. ഞാൻ പഠിക്കണ മാത്രം ഉമ്മയ്ക്ക് പ്രശ്നം. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ടാ. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്കൊരു ജീവിതം ആരംഭിക്കാം. വാ വാ. മമ്മു, ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത്. കുറഞ്ഞതൊരു 6 കുട്ടികളെങ്കിലും ഉണ്ടാക്കണം. അതിൽ മൂത്ത കുട്ടിയുടെ പേര് എന്റെ പേര് തന്നെയാണ്, പുറിജു. എന്റെ ഓർമ്മയ്ക്ക് ഞാൻ എന്തായാലും നിന്റെ പേര് തന്നെ ഇടും. മമ്മു ഞാൻ പറയുന്നത് നമ്മള് ഫ്രണ്ട്സ് അല്ലേ മമ്മു? വാ, നമുക്ക് ജീവിക്കാന്ന്. എനിക്ക് കൊതിയാവണം. വാ. മുണ്ടൂടെ തടിയാവോടെ ഒന്നും പറ. ഒറ്റണ്ണാനും പേടും. നീക്കൊക്കെ എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾക്കെതിരെ കളിക്കാന്ന് വിചാരിച്ചല്ലേ? നീയൊക്കെ മനസ്സിൽ കാണുമ്പോ ഞങ്ങള് മാനത്ത് കാണും. ഇത് ഇവന്റെ ഇവളെയും പടം നീ മതിലിൽ വരച്ചേന് അന്ന് പറ്റില്ല താരെ. വരയ്ക്കുമ്പോ എമിലിക്കൊപ്പം എന്റെ പടം വേണ്ടാ വരയ്ക്കാൻ. തെണ്ടി ചവിട്ടി പുതികളെ. അവൾ എവിടെയെങ്കിലും പോയിട്ട് വിട്ടേ കളിയാ. വിട്ടളിയാ. എണീടി ഓടി. ആ